ആർട്സ് എടുത്താലും അഭിനയ രംഗം എടുത്താലും ശാസ്ത്ര മേഖല എടുത്താലും അധ്യാപന മേഖല എടുത്താലും ഒക്കെ ഒത്തിരിയേറെ സാധ്യതകളുണ്ട്. അതിന് അവരെ തിരിച്ചറിയുക എന്നുള്ളതാണ്. കുട്ടികളെ തിരിച്ചറിയുക, അവന്റെ കഴിവ് ഏതാണെന്ന് തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ ആ കഴിവിലേക്ക് നമുക്ക് അവനെ വളർത്തിയെടുക്കാൻ സാധിക്കും. നമ്മൾ പ്രോത്സാഹിപ്പിച്ചില്ല എങ്കിൽ കുട്ടികൾ അവിടെ എത്തുകയില്ല. ഇവിടെ വരുന്ന അധ്യാപകർ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം സ്വന്തം മക്കളെ പോലെയാണ് അവർ കാണുക. അധ്യാപകർ അവരെ കാണുന്നത് സ്വന്തം മക്കളെ പോലെയാണ്. നിത്യ ചൈതന്യതി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങളുടെ മുൻപിലിരിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ മക്കളല്ല എന്ന് എപ്പോൾ നിങ്ങൾ തോന്നുന്നോ അന്ന് നിങ്ങൾ അധ്യാപനം നിർത്തണം എന്താ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം മക്കളെ പോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കാണണം, നിങ്ങളുടെ കുട്ടികളെ കാണണം, നിങ്ങളുടെ വിദ്യാർത്ഥികളെ കാണണം. അങ്ങനെ കാണാൻ കഴിയാത്തത് അധ്യാപകനല്ല. അവിടെ വെച്ച് നിങ്ങൾ പണി ഉപേക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അത്രത്തോളം ഒരു ആത്മബന്ധം സ്വന്തം മകനെ പോലെ മകളെ പോലെ കാണാൻ അധ്യാപകർ കഴിയുന്നുണ്ടെങ്കിൽ അത്രത്തേക്കാൾ അപ്പുറം നിങ്ങൾ നിങ്ങളുടെ മക്കളെ കാണുക. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാമാണ് നിങ്ങളുടെ മക്കൾ എന്ന് പറയുക. മക്കളുമായി നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നിച്ച് സംസാരിക്കണം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം, ഒന്നിച്ച് ചർച്ചകൾ നടത്തണം. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു കാര്യം തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും മാത്രം സംസാരിച്ചാൽ പോരാ, ചർച്ച ചെയ്താൽ പോരാ, തീരുമാനമെടുത്താൽ പോരാ. നിങ്ങളുടെ മക്കൾ അവൻ എത്ര ചെറുതുമായിക്കൊള്ളട്ടെ, അപ്പോഴാണ് അവന് ബഹുമാനം ഉണ്ടാവുക, അപ്പോഴാണ് അവനെ അംഗീകരിച്ചു എന്ന് തോന്നുക. നിങ്ങൾ വെറുതെ ഒരു കാര്യം ചോദിക്കുക, നമ്മളൊരു സ്ഥാപനം തുടങ്ങാൻ പോവുക എന്ന് പറഞ്ഞ് ചർച്ചയൊക്കെ എടുത്ത് തീരുമാനം എടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ മക്കളെ കൂടെ വിളിച്ചിരുത്തുക. ഞങ്ങൾ ഇങ്ങനെ സ്ഥാപനം തുടങ്ങാൻ പോവാ, മോനെ നിന്റെ അഭിപ്രായം എന്താ? നീ തുടങ്ങിയാൽ വിജയിക്കുമോ? കൊള്ളാമോ? എന്താ നിന്റെ കാലം? ഒരുപക്ഷെ നിങ്ങൾ കാണാത്ത ചില കണ്ണുകൾ അവൻ കാണും, നിങ്ങൾ കാണാത്ത ചില ചിത്രങ്ങൾ അവൻ നിങ്ങളോട് പറഞ്ഞു തരും, നിങ്ങൾ അറിയാത്ത ചില ആശയങ്ങൾ അവൻ പറഞ്ഞു തരും. ഒരു വീട് വാങ്ങാൻ പോകുന്നു, സ്ഥലം വാങ്ങാൻ പോകുന്നു, വണ്ടി വാങ്ങാൻ പോകുന്നു, കുട്ടികളോട് അഭിപ്രായം ചോദിക്കുക. ഒരു വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതിനേക്കാൾ അപ്പുറം അറിവുകൾ അവനുണ്ട്. കാരണം അവൻ ഈ ലോകത്തിറങ്ങി ജീവിക്കുക. അപ്പൊ അതുകൊണ്ട് അവരോട് ചർച്ചകൾ നടത്തുക, സംസാരിക്കുക, അവരോടൊപ്പം ഇരിക്കുക, അവരോടൊപ്പം യാത്രകൾ ചെയ്യുക, മക്കളോടൊപ്പം യാത്ര ചെയ്യുക. നമ്മളൊരു പക്ഷേ ഹണിമൂൺ സമയത്തൊക്കെ യാത്ര ചെയ്ത് പോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ മക്കളോടൊപ്പം എന്താ അവരെ ഒഴിവാക്കിയിട്ട് യാത്ര പോകുന്ന ആളുകളുണ്ടാകാം. പക്ഷെ മക്കളോടൊപ്പം ഒന്ന് യാത്ര ചെയ്യുക. ഈ ലോകത്ത് നമുക്ക് പഠിക്കാം. മക്കളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മബന്ധം വളരുകയാണ്. അവരോടൊപ്പം യാത്രകൾ ചെയ്യണം, ടൂറുകൾ പോകണം. ഒരുപക്ഷെ നമ്മളൊക്കെ അധ്വാനിച്ച് ഒരുപക്ഷെ ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ അംഗമായി ചേർന്ന് 100 തൊഴിൽ എടുത്ത് അതിൽ കിട്ടുന്ന പണം ഉപയോഗിച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇവനാവശ്യമുള്ള സകല സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് എല്ലാം ചെയ്യും. പക്ഷേ നിങ്ങൾ ജീവിക്കുക മക്കൾക്ക് വേണ്ടി. പക്ഷേ നമ്മൾ ജീവിക്കാൻ മറന്നു പോകരുത്. നമ്മളും ജീവിക്കുക കൂടെ. പലപ്പോഴും മക്കൾക്ക് വേണ്ടി ജീവിച്ച് ജീവിതം മറന്നുപോയ ആളുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് നിങ്ങൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതോടൊപ്പം നമ്മളും ജീവിക്കാൻ മറക്കരുത്. നല്ല ഭക്ഷണം വാങ്ങിക്കഴിക്കുക, നല്ല യാത്രകൾ ചെയ്യുക, നല്ല സിനിമകൾ കാണുക, നല്ല രീതിയിൽ ആഘോഷിക്കാവുന്ന കാര്യങ്ങളൊക്കെ ആഘോഷിക്കുക. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ. അത് നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതോടൊപ്പം നമ്മൾ ജീവിക്കാൻ മറന്നു പോകരുത്.